ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ന്യൂ SRT സീരീസിൽ പുതിയൊരു ക്ലാസ്സിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ലോകത്തിൻ്റെ നെറുകയിൽ എന്നതാണ്. ചാപ്റ്ററിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിൽ. നമുക്കറിയാം, വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളും അതോടൊപ്പം നമുക്കറിയാം കാലാവസ്ഥയുടെ വൈവിധ്യങ്ങളും ഒക്കെ. ഇന്ത്യയിലുടനീളം ഒരേ കാലാവസ്ഥയല്ല, ഒരേ ഭൂപ്രകൃതിയല്ല, എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നവയാണ് അല്ലേ. സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പ്, അതുപോലെ ജനജീവിതം, കാലാവസ്ഥ, മണ്ണ്, ഇത്തരത്തിൽ ഭൂപ്രകൃതി വളരെ വ്യത്യാസമുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ജനജീവിതവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ധാരണകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാര നാടാണ്. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധി മനുഷ്യ സമൂഹങ്ങൾ വഴിയാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഇന്ത്യ ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ഇന്ത്യയിലുടനീളം വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ആദിമകാലം മുതൽക്ക് തന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലെത്തി താമസമാക്കിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് പല വഴികളിലൂടെ നമ്മുടെ നാട്ടിൽ വന്നെത്തുകയും ചെയ്ത് സഹസ്രാബ്ദങ്ങളായിട്ട് 1000ഓളം വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധി മനുഷ്യ സമൂഹങ്ങൾ വഴിയാണ് എവിടെയും കാണാത്ത, മറ്റൊരു രാജ്യത്തും കാണാത്ത വിധത്തിലുള്ള ഒരു സാംസ്കാരിക വൈവിധ്യം നമ്മുടെ നാടിന് സ്വന്തമായിട്ടുള്ളത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിവയൊക്കെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമായി കാണാവുന്നതാണ്. ഭാഷയിലും വേഷഭൂഷാദികളിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും കൃഷികളിലും എല്ലാം തന്നെ നമുക്ക് ഈ വൈവിധ്യം പ്രകടമായി കാണാനായി സാധിക്കും. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. ഭൂപ്രകൃതി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭൂപ്രകൃതിയുടെ വൈവിധ്യത്തിൻ്റെ പങ്കുകൊണ്ടാണ് സാംസ്കാരിക വൈവിധ്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. വടക്ക് ഭാഗത്ത് ഒരു കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്നതാണ് ഉത്തരപർവ്വത മേഖല. അതിന് തൊട്ടു തെക്കായിട്ട് ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശം നിലകൊള്ളുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപ സമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ്. ഇവിടെ തന്നിട്ടുണ്ട് ഉത്തരപർവ്വത മേഖല. ഇതാണ് ഉത്തരപർവ്വതം. ഇവിടെ സൂചിക തന്നിട്ടുണ്ട്. നദികൾ, പർവ്വത നിരകൾ, ഉയരം തന്നിട്ടുണ്ട്. നോക്കാം. ഉത്തരപർവ്വത മേഖലയാണ് ഈ ഒരു ഭാഗം. അതുപോലെ ഉത്തര മഹാസമതലം ഇവിടെയായിട്ടാണ് വരുന്നത്. പടിഞ്ഞാറൻ ഭാഗത്ത് മരുഭൂമി പ്രദേശം വരുന്നു. മധ്യഭാഗത്ത് വിശാലമായ പീഠഭൂമി ഏരിയയാണ് വരുന്നത്. പീഠഭൂമിക്ക് ശേഷം കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും നോക്കുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും തീരസമതലങ്ങളും അതുപോലെ ദ്വീപ സമൂഹങ്ങളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരമാണ് ഭൂപ്രകൃതി വൈവിധ്യം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ ഭൂപ്രകൃതിയിലെ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. മൺസൂൺ കാലാവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ഭൂപ്രകൃതി തന്നെയാണ്, ഭൂപ്രകൃതിയിലെ വൈവിധ്യം തന്നെയാണ്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ.
വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനു മുന്നേ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് വേർതിരിക്കുകയാണെങ്കിൽ, ഒന്നാമത് ഉത്തരപർവ്വത മേഖലയാണ്, രണ്ടാമത് ഉത്തരേന്ത്യൻ സമതലം, മൂന്നാമത് ഉപദ്വീപീയ പീഠഭൂമി, നാലാമത് ഇന്ത്യൻ മരുഭൂമി, അഞ്ചാമത് തീരസമതലങ്ങളും ദ്വീപുകളുമാണ് വരുന്നത്. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അതുപോലെ മരുഭൂമി, മരുപ്രദേശം, തീരസമതലങ്ങളും ദ്വീപുകളുമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിച്ച്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പാമീർ പർവ്വതക്കെട്ടിനെ കുറിച്ച്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു നിൽക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തര പർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടാണ് ഇവിടെ കാണുന്നത്. പാമീർ നോട്ടാണിത്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വതങ്ങൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു കിഴക്കുമായിട്ടുള്ള ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖല പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ നീണ്ടു കിടക്കുന്ന പർവ്വത മേഖലകളാണ്, പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണ് എന്നാണ്. ഒന്നാമത് നമുക്കിവിടെ തന്നിട്ടുണ്ട് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിക്കുന്ന കുൻലൂൻ തന്നിട്ടുണ്ട്. അതുകൂടാതെയുള്ള മറ്റ് പർവ്വത നിരകൾ ഒന്ന് ടിയാൻ ഷാൻ ആണ്, രണ്ടാമത്തേത് ഹിന്ദുക്കുഷാണ്. ഒന്ന് കുൻലൂൻ, രണ്ടാമത് ടിയാൻ ഷാൻ, മൂന്നാമത് ഹിന്ദുക്കുഷ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഒരു ആക്ടിവിറ്റി. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകളാണ് കുൻലൂൻ, ടിയാൻ ഷാൻ, ഹിന്ദുക്കുഷ് എന്നിവ. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് പർവ്വത നിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണ് ഇവ. ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര പർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയാണ് ഉള്ളത്. ഉത്തരപർവ്വത മേഖലയുടെ വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഇത്. ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നുണ്ട്, ഹിമാനികൾ കാണപ്പെടുന്നുണ്ട്, താഴ്വരകളും കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള 3 വ്യത്യസ്ത സവിശേഷതകളും ഈ ഒരു ഭൂപ്രദേശത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭൂപ്രകൃതിയുടെ സവിശേഷതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉത്തര പർവ്വത മേഖലയെ നമ്മൾ പൊതുവെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3ആയിട്ട് ഉത്തരപർവ്വത മേഖലയെ തരംതിരിക്കുന്നു. ഉത്തരപർവ്വത മേഖലയെ അതിൻ്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞു താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഇവ എന്ന്. അപ്പം എന്താണ് മടക്കു പർവ്വതങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ അവയിലേക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് മടക്ക് പർവ്വതങ്ങളായിട്ട് മാറുന്നു. വലനം ഫോൾഡിംഗ് എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ ഫോൾഡ് മൗണ്ടെയ്ൻസ് രൂപപ്പെടുന്നത്. ഉദാഹരണം ഹിമാലയം ഒരു യങ് ഫോൾഡ് മൗണ്ടെയ്ൻ ആണ്.
ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. ഇവിടെ കണ്ടോ, മടക്ക് പർവ്വതങ്ങളായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണമാണ് ഹിമാലയം, ആൽപ്സ് എന്നിവ. വലനം എന്ന പ്രക്രിയ കൊണ്ടാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഈ ഒരു സമ്മർദ്ദ ബലം, ഇത്തരത്തിലുള്ള സമ്മർദ്ദ ബലം രൂപപ്പെടുമ്പോഴാണ് ഈ പർവ്വതങ്ങൾ, ശിലാഭാഗങ്ങൾ മടങ്ങി മടക്കുകളായിട്ട് മാറുന്നത്. അപ്പം അത്തരത്തിലുള്ളവയാണ് മടക്കു പർവ്വതങ്ങൾ. ഇനി നമുക്കൊരു മാപ്പാണ് പരിചയപ്പെടാനുള്ളത്. ഹിമാലയ പർവ്വതനിരകൾ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന മാപ്പാണ്. ഇവിടെ സൂചിക നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. റെഡ് തിക്കർ ലൈൻസിൽ വരുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയം ഏരിയയാണ് ഈ ഒരു റെഡ് ലൈൻസിൽ വരുന്നത്. പിന്നീട് വരുന്ന ഈ ഒരു പർപ്പിൾ ലൈൻസിൽ വരുന്നതാണ് ഹിമാലയം ഭാഗം. ഹിമാലയത്തിൻ്റെ ഭാഗം ഇത്രയും വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കാണുന്ന ഗ്രീൻ ലൈൻസ് കണ്ടോ, ഇവയാണ് കിഴക്കൻ കുന്നുകൾ. കിഴക്കൻ കുന്നുകൾ. അപ്പോൾ ഇനി ഈ ഒരു ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഹിമാലയം, ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ വേർതിരിക്കുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് കാരക്കോറമുണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ നിരകളുണ്ട്. സസ്കർ നിരകൾ, ഇത് കണ്ടോ, സസ്കർ നിരകളുണ്ട്. കാരക്കോറം, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ എന്നിവയാണ് പ്രധാനമായിട്ടും ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ഹിമാലയ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായും 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടാണ്. ഏറ്റവും മുകളിൽ ഹിമാദ്രി, പിന്നീട് ഹിമാചൽ, പിന്നീട് സിവാലിക്കുമാണ് നമുക്ക് ഹിമാലയ മേഖലയിൽ കാണാൻ പറ്റുന്നത്. പിന്നീട് ഇവിടെ കിഴക്കൻ കുന്നുകളിൽ, കിഴക്കൻ മലനിരകളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? പട്കായി ഭൂം കാണാനായി സാധിക്കുന്നുണ്ട്. പട്കായി ഭൂം കാണാം. നാഗാ കുന്നുകൾ, നാഗാ കുന്നുകൾ കാണുന്നുണ്ടോ? നാഗാ കുന്നുകളാണ് അടുത്തത്. ഖാരോ ഖാസി, ഖാരോ ഖാസി ജയന്തിയ കുന്നുകളാണ് അടുത്തത്. ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ. പിന്നീട് നമുക്കിതാ ഇവിടെ കണ്ടോ, മീസോ കുന്നുകൾ കാണാനായി സാധിക്കും. പട്കായി ഭൂം, അതുപോലെ നാഗാ കുന്നുകൾ, പിന്നെ ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ, പിന്നീടുള്ളതാണ് ഈ ഒരു മീസോ കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കുന്നുകൾ അല്ലെങ്കിൽ ഈ ഒരു മലനിരകൾ അടുക്കി വെക്കേണ്ടത്. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നവ കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിൽ നാഗാ കുന്നുകൾ, പട്കായി ഭൂം, ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണല്ലോ ട്രാൻസ് ഹിമാലയം. ഇത് ടിബറ്റൻ ഹിമാലയം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ശരാശരി 3000 മീറ്റർ മുതൽ 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ഉണ്ട്. ശരാശരി 3000 മീറ്റർ ഉയരമുണ്ട് ട്രാൻസ് ഹിമാലയത്തിന്. ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമാണ് ഉള്ളത്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. കാരക്കോറം നമ്മളിവിടെ കണ്ടതാണ്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ കെട്ടുമായിട്ട് ചേർക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവയെല്ലാം ചേർന്നതാണ്, ഇവ സമാന്തര പർവ്വത നിരകളാണ്. ഇവ 3ഉം ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. നമ്മൾ മാപ്പിൽ കണ്ടതുപോലെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് സമാന്തരമായിട്ടുള്ള പർവ്വത നിരകളാണ്. ഇവ 3ഉം ചേർന്നതാണ് ഹിമാലയം എന്ന് വിളിക്കപ്പെടുന്നത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിര ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായതാണ് സിവാലിക് നിര. ഇതിന് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയാണ് ഉള്ളത്. 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്.
ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നാണ് വിളിക്കുന്നത്. ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത് സിവാലിക് ആണ്. സിവാലിക്. ഈ സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്നത്. സിവാലിക്കിന് തൊട്ട് വടക്കായിട്ടുള്ളതാണ് ഹിമാചൽ. അതിനു മുകളിലാണ് ഹിമാദ്രി വരുന്നത്. പിക്ചർ ക്ലിയർ ആയാൽ നമുക്ക് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും വേണ്ടത് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. അത് പിക്ചറിലൂടെ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. മാപ്സിന് അത്രയധികം പ്രാധാന്യമുണ്ട് ജോഗ്രഫിയിൽ. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. അപ്പോൾ സിവാലിക്കിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഇവയുടെ ഉയരം എന്ന് പറയുന്നത് ശരാശരി 3500 മുതൽ 4500 മീറ്റർ വരെയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം വരുന്നത്. ഇവയെ ലെസ്സർ ഹിമാലയം എന്ന പേരിലാണ് പറയുന്നത്. ലെസ്സർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഏത്? ഹിമാചൽ. ഹിമാചൽ ലെസ്സർ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നു. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. നമ്മൾ ഹിമാലയത്തെ 3ആയാണ് തരംതിരിച്ചിട്ടുള്ളത്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ സിവാലിക് നമ്മൾ പറഞ്ഞു ഔട്ടർ ഹിമാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹിമാചൽ ലെസ്സർ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നു. ഹിമാദ്രി ആകട്ടെ ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 6100 മീറ്ററിന് മുകളിലാണ്. അപ്പോൾ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരയാണ് ഈ ഒരു ഹിമാദ്രി ഭാഗം എന്ന് പറയുന്നത്. ശരാശരി 25 കിലോമീറ്റർ ആണ് വീതി വരുന്നത് ഏകദേശം. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് പ്രധാനമായും ഇവയെല്ലാം. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ ഒരു ഹിമാദ്രിയിലാണ്, ഹിമാദ്രി മേഖലയിലാണ്. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് തന്നെ മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും മൗണ്ട് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ഏതാണ്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ ഹിമാദ്രിയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. ഓക്കെ, ഹിമാദ്രിയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഉയർന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിമാലയത്തെക്കുറിച്ച് പഠിച്ചു. ഹിമാലയത്തിൻ്റെ പിറവി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 പ്ലേറ്റുകൾ, യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൂടെ കൊളൈഡ് ചെയ്തിട്ടാണ് മടക്ക് പർവ്വതങ്ങൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രഷർ കാരണം പർവ്വതങ്ങൾ ഉയർന്നുകൊണ്ടേ, അവരുടെ ഉയരം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഇത് വൻകരയാകാം, അല്ലെങ്കിൽ കടൽ ഭാഗമാകാം, അല്ലെങ്കിൽ വൻകരയും കടലും ഉൾക്കൊള്ളുന്നതാകാം. ശിലാമണ്ഡല ഫലകങ്ങൾ എന്നത് ഏതു വിധേനയും ആകാം. ഇത്തരത്തിലുള്ള ശിലാമണ്ഡല ഫലകങ്ങൾ ടെക്ടോണിക് പ്ലേറ്റ്സ് കൂടിച്ചേർന്നാണ് ഇത്തരത്തിലുള്ള
പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഭൗമശിലാപാളികളുടെ ചലനം, പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണം. നമ്മളിവിടെ പറഞ്ഞ പോലെ ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്, ഭൗമശിലാപാളികളുടെ ചലനമാണ്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് പ്ലേറ്റ്സ്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് പ്ലേറ്റ്സ്, ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, അസ്തനോസ്ഫിയറും അതുപോലെ തന്നെ ശിലാമണ്ഡലവും ഒക്കെ. അപ്പോൾ ശിലാമണ്ഡലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അസ്തനോസ്ഫിയർ ഒരു അർദ്ധദ്രാവകാവസ്ഥ സെമി ലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഫോമിലാണുള്ളത്. അപ്പോൾ ഇവിടെ തെന്നി നീങ്ങാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന് മുകളിലായിട്ടാണ് ഇത്തരത്തിൽ പ്ലേറ്റുകൾ ഉള്ളത്. ഭൂമിയുടെ വൻകര ഭാഗവും സമുദ്രഭാഗവും അല്ലെങ്കിൽ സമുദ്ര വൻകര ഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ്, ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഫലകങ്ങൾക്ക് തെന്നി നീങ്ങാനായിട്ടുള്ള സാധ്യത എളുപ്പമാക്കി കൊടുക്കുകയാണ് ഈ അസ്തനോസ്ഫിയർ. അപ്പോൾ ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫലകത്തിൻ്റെ ചലനം മൂലം ഫലക അതിരുകൾ പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾക്ക് സജീവമാണ്. ഈ പർവ്വതങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഇപ്പുറത്തേക്ക് ഈ ഒരു രീതിയിലാണ് ചലിക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു പർവ്വതം രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, ഇവിടുത്തെ പ്രഷറും കൂടി ചേർന്നിട്ട്. അപ്പോൾ അത്തരത്തിൽ ഫലക ചലനം മൂലം ഫലക അതിരുകൾ പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾക്ക് സജീവമാണ്. 3 തരത്തിലാണ് ഫലക അതിരുകൾ ഉള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിങ്ങനെ 3 തരത്തിലാണ് ഈ ഫലകത്തിൻ്റെ ചലനം നമുക്ക് സാധ്യമാകുന്നത്. ഏതൊക്കെയാണ്? കൺവേർജൻ മാർജിൻ, സംയോജക സീമ, അതായത് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷൻ, ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന കണ്ടീഷനാണിത്. ആ സമയത്ത് ഒരു ഫലകം മറ്റൊരു ഫലകത്തിൻ്റെ അടിയിലേക്ക് ഇത്തരത്തിൽ സ്ലൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് വിയോജക സീമയാണ്, ഡൈവേർജൻ മാർജിൻ. അതായത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ ഒരു ഫലകം ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫലകം ഈ ഒരു ദിശയിലേക്കും ഈ ഫലകം ഈ ഒരു ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ ഡൈവേർജൻ്റ് ആണ്, രണ്ട് ദിക്കിലേക്കാണ് പോകുന്നത്. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഛേദക സീമയിലേക്ക് വരുമ്പോൾ, ട്രാൻസ്ഫോം മാർജിനിലേക്ക് വരുമ്പോൾ രണ്ട് തിരശ്ചീനമായി ഉരസി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിൽ തന്ന പോലെ 2 ഫലകങ്ങളാണ്, ഇതൊരു ഫലകം, ഇത് മറ്റൊരു ഫലകം. രണ്ട് ദിശയിലേക്ക് ഇപ്രകാരം ഉരസി മാറുകയാണ് ചെയ്യുന്നത്. കൺവെർജൻറ്റുമല്ല ഡൈവേർജൻറ്റുമല്ല, ട്രാൻസ്ഫോം മാർജിനാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. സംയോജക സീമകളിൽ ശിലാമണ്ഡല പാളികളുടെ സമ്മർദ്ദത്തിൻ്റെ ഇവർ രണ്ടും കൊളൈഡ് ചെയ്യാണ്, കൺവെർജൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു ഫലകത്തിൻ്റെ പ്രഷർ ഇവിടെ വരുന്നു, അതുപോലെ ഈ ഒരു ഫലകത്തിൻ്റെ പ്രഷറും ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ശിലാപാളികൾക്ക് വലനം അല്ലെങ്കിൽ ഫോൾഡിങ് സംഭവിക്കും. നമ്മൾ നേരത്തെ ഒരു പിക്ചറിൽ ഫോൾഡിങ് കണ്ടതല്ലേ, അതെ. അപ്പോൾ വലനം അല്ലെങ്കിൽ ഫോൾഡിങ് സംഭവിക്കും. ഇത്തരത്തിൽ കൊളൈഡ് ചെയ്യുന്ന, കൺവെർജ് ചെയ്യുന്ന സംയോജക സീമകളുള്ള സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന പർവ്വത നിരകളെയാണ് മടക്ക് പർവ്വതം എന്ന് പറയുന്നത്. മടക്ക് പർവ്വതം എന്ന് പറയുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം അല്ലെങ്കിൽ ഫോൾഡിങ് സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളെയാണ് മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം
ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്തു വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത്. ഇവിടെ പിക്ചറിലേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ തന്നിട്ടുള്ളത് പോലെ ഇന്ത്യൻ ഫലകം, യുറേഷ്യൻ ഫലകം എന്നിങ്ങനെ രണ്ട് ഫലകങ്ങളുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയും അതുപോലെ ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകം, ഈ പറയുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എന്നത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. നമ്മളിപ്പോൾ ഏത് ഗോളത്തിലുള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയറിലല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യയുടെ ലൊക്കേഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, നോർത്ത് അതുപോലെ ഈസ്റ്റ് എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നോർത്തേൺ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ ഫലകം അതുപോലെ ഓസ്ട്രേലിയൻ ഫലകം ഇവയെല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു വൻകര, ഈ ഒരു ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങി യുറേഷ്യൻ ഫലകത്തിലേക്ക് അടുത്തേക്ക് വന്നപ്പോൾ, യുറേഷ്യൻ ഫലകത്തിൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഈ രണ്ട് ഫലകങ്ങളും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് ഇവയ്ക്കിടയിൽ ഉണ്ടായിരുന്നതാണ് ഈ തെതിസ് സമുദ്രം. ഈ ഒരു തെതിസ് സമുദ്രം അടിത്തട്ട് മടങ്ങി ഇതുപോലെ ഫലകം അടുത്തേക്ക് വരുംതോറും ഈ ഒരു സമുദ്രം, തെതിസ് സമുദ്രം ഇങ്ങനെ രൂപപ്പെട്ട് അത് പിന്നീട് അതിൻ്റെ അടിത്തട്ട് മടങ്ങി ഹിമാലയ പർവ്വതമായിട്ട് മാറുകയാണ് ചെയ്തത്. ഈ ഒരു ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയും യുറേഷ്യൻ ഫലകം ഈ ഒരു രീതിയിലേക്കായി മാറി ഇവിടെ ഈ തെതിസ് സമുദ്രം ഹിമാലയ പർവ്വതമായിട്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്ന് ഹിമാലയ പർവ്വതം രൂപം കൊള്ളുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഫലകങ്ങൾ തമ്മിൽ ചേരുന്ന, ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളുള്ള ഫലകത്തിൻ്റെ അതിരിലാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് പറയാനായി സാധിക്കും. ഇനി ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ, അതായത് ഗിരികന്ധരങ്ങൾ, ഗോർജസ് നിർമ്മിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ, ഇവിടെ ഈ പിക്ചറിൽ കാണാം, പർവ്വതനിരകൾക്ക് കുറുകെയായി ആഴമേറിയത് ഇത്രത്തോളം ലെങ്ത് ഉണ്ട് താഴേക്ക്, ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിച്ചുകൊണ്ട് ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് നിർമ്മിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി തിരിക്കുന്നത്. എങ്ങനെ? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് മധ്യ ഹിമാലയം ഈ ഒരു ഓറഞ്ച് കളറിൽ, അതുപോലെ കിഴക്കൻ ഹിമാലയം ഈ ഒരു ഗ്രേയിഷ് ബ്ലൂ കളറിൽ തന്നിട്ടുള്ളത് കിഴക്കൻ ഹിമാലയമാണ്. ഗ്രീനിഷ് ഷെയ്ഡിൽ തന്നിട്ടുള്ളത് പടിഞ്ഞാറൻ ഹിമാലയമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ പർവ്വതങ്ങൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തെ ഇത്തരത്തിൽ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ. ഇതാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. നമുക്കതിലേക്ക് പോകുന്നതിന് മുന്നേ ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് എന്താണെന്ന് നോക്കാം. ഹിമാലയ നദികൾ രൂപപ്പെടുത്തുന്ന ഭൂസവിശേഷതയാണ് ഗോർജസ് അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ, താഴ്വരകൾ എന്നത് ഓർത്തിരിക്കണം. ചോദിച്ചിട്ടുണ്ട് PSC, ഏത് നദീ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് നദി രൂപപ്പെടുത്തുന്നതാണ് താഴ്വരകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ താഴ്വരകൾ രൂപപ്പെടുത്തുന്ന നദീ വിഭാഗം ഏത് എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഗിരികന്ധരങ്ങൾ? ഹിമാലയ നിരക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരമാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് ആഴമേറിയതും ചെങ്കുത്തായതുമായിട്ടുള്ള വശങ്ങളോടുകൂടിയ താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങി നദികൾ അപരദനം ഇറോഷനിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദന പ്രവർത്തനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെയാണ് ഗിരികന്ധരങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഗിരികന്ധരങ്ങൾ എന്താണ്?
ആഴമേറിയതും ചെങ്കുത്തായതുമായിട്ടുള്ള വശങ്ങളോട് കൂടിയ താഴ്വരകളെയാണ് ഗോർജസ് അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഗിരികന്ധരങ്ങൾ കണ്ടു, ഹിമാലയ പർവ്വതനിരയുടെ പ്രാദേശികമായിട്ടുള്ള 3 വിഭാഗങ്ങളും കണ്ടു. ഇനി ആ തന്നിരിക്കുന്ന ഹിമാലയ മേഖല, പ്രാദേശിക ഹിമാലയ മേഖലകളാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു, കാളി എന്നിവ. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു നദി, അതുപോലെ കാളി നദി എന്നിവ. ഇനി മധ്യ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളി, ടീസ്റ്റ എന്നീ നദികളാണ്. കാളി നദി, അതുപോലെ ഇതാ ഇവിടെ ടീസ്റ്റ നദി. കാളി നദിയും ടീസ്റ്റ നദിക്കും ഇടയിലാണ് മധ്യ ഹിമാലയം. കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ടീസ്റ്റ, ബ്രഹ്മപുത്ര. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ടാണ് ഈ ഒരു കിഴക്കൻ ഹിമാലയം വരുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു, കാളി നദികൾക്കിടയിൽ, മധ്യ ഹിമാലയം വേർതിരിക്കുന്ന നദികളാണ് കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയം ടീസ്റ്റ, ബ്രഹ്മപുത്ര. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി വരെ, അതായത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ് കാളി നദി. ഈ ഒരു കാളി നദി വരെ, താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. നമ്മൾ നേരത്തെ കുറച്ച് വേർതിരിവുകളൊക്കെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഹിമാലയത്തെ അതിൻ്റെ ഭൂസവിശേഷതയുടെ അടിസ്ഥാനത്തിൽ അവ സമാന്തരമായിട്ടുള്ള 3 പാളികളായിട്ടാണ് നിൽക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് പ്രാദേശിക പ്രത്യേകതകളുടെ, പ്രാദേശിക വിഭാഗങ്ങളായിട്ട് ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ, പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ. ഇവിടെ ഇതാ പിന്നീട് പറഞ്ഞിട്ടുള്ളത് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെയുള്ള താഴ്വര വരെയുള്ള ഉൾപ്പെടുന്ന പ്രദേശത്തെ കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇതിൽ കാശ്മീർ ഹിമാലയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത്. കാശ്മീർ ഹിമാലയം എവിടെയാണ് കാശ്മീർ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു മാപ്പിലേക്ക് നോക്കാം. കാശ്മീർ ഹിമാലയം ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്താണ്. കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെയുള്ള പ്രദേശത്ത് ഏകദേശം 3.5 ചതുരശ്ര കിലോമീറ്റർ, 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ്. മഞ്ഞുമൂടിയ ഈ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വതനിരയാണ് ഈ ഒരു കാരക്കോറം എന്ന് പറയുന്നത്. മഞ്ഞുമൂടിയ പ്രദേശമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട, കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരക്കോറം. അതുപോലെ സസ്കർ ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് പറയുന്നത്. കാരക്കോറം, സസ്കർ, ലഡാക്ക് നിരകൾ കഴിഞ്ഞാൽ നമുക്ക് പറയാം പീർപ്പഞ്ചൽ നിരകളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ എന്നിവ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു, ഗോഡ്വിൻ ഓസ്റ്റിൻ, നീളം 8611 മീറ്ററാണ്. കാരക്കോറം നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കെറ്റു, ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ള ഇതാണ് മൗണ്ട് കെറ്റു. മൗണ്ട് കെറ്റു ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. മൗണ്ട് കെറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്താണ്. മൗണ്ട് കെറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരയിലാണ്. സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹിമാനികളാണ്. സിയാച്ചിൻ ഹിമാനി, ബോൾട്ടോരോ ഹിമാനി എന്നിവ ഈ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹിമാനികളാണ്.
സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള ഹിമാനികളാണ്. ഇവ വർഷം മുഴുവൻ ജലം തരുന്നവയാണെന്ന് നമുക്കറിയാം. ഹിമാലയൻ നദികൾക്ക് വർഷം മുഴുവൻ ജലത്താൽ സമ്പന്നമായിരിക്കും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹിമാനികൾ എന്നത്. ആ കാരണമാണ് ഹിമാനികൾ. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. സിയാച്ചിന്റെ കാര്യം പറഞ്ഞു. സിയാച്ചിൻ ഹിമാനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ്. സിയാച്ചിൻ ഹിമാനി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഹിമാനി. സിയാച്ചിൻ. അപ്പോൾ നമ്മളിവിടെ ചുരങ്ങളെക്കുറിച്ച് പറഞ്ഞു. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമാകുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ്. പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ളത് ബനിഹാൽ ചുരം. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിക്കുന്നത് ഈ ഒരു ബനിഹാൽ ചുരമാണ്. പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഹിമാലയം പിന്നീട് 3ആയി ഭാഗിക്കുന്നുണ്ട്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൽ കാശ്മീർ ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ എന്നീ മലനിരകൾ ഉൾപ്പെടുന്നു. ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഹിമാലയൻ നദികൾ വർഷം മുഴുവൻ ജലസമ്പന്നമായിട്ടുള്ളവയാണ്. അതിന് കാരണം ഹിമാനികളാണ്. പ്രധാനമായിട്ടും സിയാച്ചിൻ ഹിമാനി, ബോൾഡോരോ ഹിമാനി എന്നിവ. പിന്നീട് നമ്മൾ പറഞ്ഞത് പാസസ് ആണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളിലെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സുഗമമാക്കുന്ന പർവ്വതങ്ങളിലെ ഭാഗങ്ങളാണ് പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ എന്ന് പറയുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായമാകുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്നത്. ഇതിലൊരു ഉദാഹരണമായിട്ട് പറയുന്നത് പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീരി താഴ്വരയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം. ഇനി തടാകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ധാൽ തടാകം. ധാൽ തടാകത്തിലെ ഒരു ശിഖാര തോണിയാണ് ഈ കാണുന്നത്. ശിഖാര തോണി. ധാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്ന പേര് എന്താന്നുള്ള രീതിയിൽ PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, ശിഖാര തോണി. എന്നാലൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ധാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്ന പേരാണ് ശിഖാര തോണി എന്നത്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ധാൽ എന്നത് നമ്മൾ പറഞ്ഞു. ധാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. ധാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയിലാണ്. ഈ തടാകം അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് പൂക്കളുടെ തടാകം, കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം, ശ്രീനഗറിൻ്റെ രത്നം എന്നൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇത് ശുദ്ധജല തടാകമാണെന്ന് പറഞ്ഞു. ഈ ഒരു ശുദ്ധജല തടാകമായിട്ട് ഇതിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നത് ഝലം നദിയാണ് കേട്ടോ. ഝലം നദിയാണ്. ധാൽ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ഝലം നദിയാണ്. ഓക്കെ, ഇനി ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അതും അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ചെയ്യണം കേട്ടോ കൃത്യമായിട്ട്. അപ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിൻ്റെ കരയിലാണ്? ധാൽ തടാകത്തിൻ്റെ കരയിലാണ്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഇത്. ധാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും. തോണികളിലെ വിപണികളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ. ഇത് കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. ധാൽ തടാകത്തിലെ ശിഖാര തോണികളും
ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. ഇനി ഗുൽമർഗിലേക്ക് വരികയാണെങ്കിൽ പർവ്വത ചരിവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നത്. മർഗുകൾ പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മർഗുകൾ എന്ന് പറയുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്ക് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നത്. സോൺമാർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. ഇത്തരത്തിൽ മഞ്ഞിലൂടെ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന വിനോദസഞ്ചാര പരിപാടികളാണ് ഈ പറയുന്ന സ്കീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ മർഗുകളിൽ ശൈത്യകാലമാകുമ്പോഴേക്കും മഞ്ഞു മൂടപ്പെടുകയും അവിടെ മഞ്ഞിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറ്റുകയും അവയൊക്കെ വിനോദങ്ങൾക്കായിട്ട് മാറ്റി സ്കീയിങ് പോലെയുള്ള മഞ്ഞുകാല വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ അവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണമാണ് സോൺമർഗ്, ഗുൽമർഗ് ഇവയൊക്കെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കാശ്മീർ ഹിമാലയത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിമാചൽ ഹിമാലയമാണ്. ഹിമാചൽ ഹിമാലയം നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 3 തരത്തിലാണ് നമ്മൾ വിഭജിച്ചിട്ടുള്ളത്. കാശ്മീർ ഹിമാലയം, അതുപോലെ ഹിമാചൽ ഹിമാലയം, പിന്നീടുള്ളതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നത്. അപ്പോൾ കാശ്മീർ ഹിമാലയം കണ്ടു. ഇനി ഹിമാചൽ ഹിമാലയം. ഹിമാചൽ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പർവ്വത നിരകളിലാണ് ധൗളാധർ, പീർ പഞ്ചൽ എന്നിവ. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ധൗളാധർ, പീർ പഞ്ചൽ എന്നിവ. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാനായി സാധിക്കും. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവയൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ്. ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണം ചന്ദ്രതാൽ ഇവിടെ തന്നിട്ടുണ്ട്. ചന്ദ്രതാൽ തടാകം എന്ത് മനോഹരമായിട്ടാണല്ലേ കാണുന്നത്. ചന്ദ്രതാൽ തടാകം, അതുപോലെ തന്നെ സൂരജ് താൽ ഇവയൊക്കെ ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാചൽ ഹിമാലയത്തിലെ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിച്ച് ബാരാലച്ചാല ചുരവും കുളു താഴ്വരയെ ലുഹൂൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ. ഇവിടെ പ്രധാനപ്പെട്ട 2 ചുരങ്ങളാണ് കാണപ്പെടുന്നത് ഹിമാചൽ ഹിമാലയത്തിൽ. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബാരാലച്ചാല പാസ്, ബാരാലച്ചാല ചുരവും കുളു താഴ്വരയെ ലാഹുൽ ആൻഡ് സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് പ്രധാനപ്പെട്ട ചുരങ്ങൾ. ഇവിടെ റോഹ്താങ് ചുരത്തിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഏതൊക്കെ താഴ്വരകളെ തമ്മിൽ? കുളു താഴ്വരയെ ലാഹുൽ ആൻഡ് സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം. ബാരാലച്ചാല പാസ് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. കുളു താഴ്വര, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിലെ പലയിടങ്ങളായി ചൂടുനീരുറവകൾ കാണപ്പെടാറുണ്ട്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചൂടുനീരുറവകൾ കാണപ്പെടാറുണ്ട്. ഹോട്ട് സ്പ്രിങ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണിത്. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ചൂടുള്ള ഭൂഗർഭജലം പുറത്തു വരുന്ന ഉറവകളെയാണ് ഈ പറയുന്നത് ചൂടു നീരുറവകൾ എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂടു നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനിടയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലെയുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുന്ന ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുന്നു.
ഇങ്ങനെ ഈ ഒരു ഭാഗം ശിലാ രൂപീകരണം പോലെയുള്ള പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്ന ഇടങ്ങളിലെ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാം. ഉദാഹരണം നൂബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ ഇവിടെയൊക്കെ ചൂട് നീരുറവകളിൽ നിന്നും ഭൗമതാപോർജം ജിയോ തെർമൽ എനർജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. നൂബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ എന്നിവിടങ്ങളിൽ ചൂടു നീരുറവകളിൽ നിന്നുമുള്ള ഭൗമതാപോർജം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഹിമാചൽ പ്രദേശിലാണ് മണികരൺ എന്നത് ഓർക്കണം. മണികരൺ ചൂടു നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മണികരൺ എന്ന പേരെന്തായാലും നമ്മൾ കേട്ട് ഫെമിലിയർ ആയിട്ടുണ്ടാവും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂടു നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഹോട്ട് സ്പ്രിങ്സ് എന്നുള്ളത് കണ്ടു. അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. മൂന്നാമത്തെ വിഭാഗം ഹിമാലയം. കാശ്മീർ ഹിമാലയം കണ്ടു, ഹിമാചൽ ഹിമാലയവും കണ്ടു. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി വരെയുള്ള ഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഖഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നുമാണ് അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഖഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നുമാണ് അറിയപ്പെടുന്നത്. നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നന്ദാദേവി, കാമെറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നദികളിലേക്ക് വരികയാണെങ്കിൽ ഗംഗ, യമുന എന്നീ നദികളുടെ ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലാണ് കാണപ്പെടുന്നത്. ഗംഗോത്രി, യമുനോത്രി എന്നീ ഹിമാനികൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. നൈനിറ്റാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഇതാ ഇവിടെ നൈനിറ്റാലിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രം തന്നിട്ടുണ്ട്. നൈനിറ്റാൽ തടാകം. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ എന്ന് അറിയപ്പെടുന്നത്. ഡൂണുകൾ. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഈ ഡൂൺ എന്ന പേര് അതുകൊണ്ടാണ് ലഭിച്ചിട്ടുള്ളത്, ഡെറാഡൂൺ എന്ന പേര്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഡെറാഡൂൺ എന്നത് ഇതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ബുഗ്യാൽ. ഇതാണ് ബുഗ്യാൽ എന്നത്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ഈ ടേംസ് എല്ലാം ഓർത്തിരിക്കണം കേട്ടോ. ബുഗ്യാൽ എന്നത് ശൈത്യകാലത്ത് മഞ്ഞിനടിയിലായിരിക്കുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ബുഗ്യാലുകൾ ശൈത്യകാലത്ത് മഞ്ഞിനടിയിലായിരിക്കും. ഉദാഹരണമാണ് ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ എന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ബുഗ്യാലിൻ്റെ പിക്ചർ. ഗഡ്വാൾ മേഖലയിലെ ബുഗ്യാലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബുഗ്യാലും ആട്ടിടയന്മാരും. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിനിടയിൽ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കുമിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നു. ബുഗ്യാൽ എന്നാണ് അറിയപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞ് മൂടപ്പെടുകയാണ് ചെയ്യുന്നത്.
പിന്നീടത് മഞ്ഞ് ഉരുകി ഉരുകി പോകുന്നതിനനുസരിച്ച് പച്ച പുതച്ച് പുൽമേടുകളായിട്ടാണ് മാറുന്നത്. ഈ അവസരത്തിലാണ് താഴ്വരകളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നത്. ഇവിടെ കണ്ടോ, ആട്ടിടയന്മാർ ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വരകൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകൾ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം താമസിക്കുന്നു. താഴ്വരകളെല്ലാം വരണ്ടുണങ്ങുന്ന സമയത്താണ് മഞ്ഞുരുകി ഈ ഒരു പ്രദേശത്ത് ബുഗ്യാലുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ബുഗ്യാലുകൾ ഇവർക്ക് ഒരു സഹായമാവുകയും താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊത്ത് അവരിവിടെ താമസിക്കുകയുമാണ് ചെയ്യുന്നത്. മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരകളിൽ വസിക്കുകയും ചെയ്യുന്നു. മഞ്ഞുകാലം ആരംഭിക്കുമ്പോൾ വീണ്ടും ബുഗ്യാലുകൾ മഞ്ഞുകൊണ്ട് മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ മലയിറങ്ങി പോവുകയും പിന്നീട് സീസൺ വരെ താഴ്വാരത്തിൽ താമസിക്കുകയും ചെയ്യുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരയിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ആട്ടിടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നത്. ട്രാൻസ് ഹ്യൂമൻസ് വളർത്തുമൃഗങ്ങളും എല്ലാമായിട്ട് വെൽ പാക്ഡ് ആയിട്ടാണ് ഇവർ താഴ്വരകളിലേക്കും അതുപോലെ തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ബുഗ്യാൽ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഉദാഹരണം നമ്മളോട് പറഞ്ഞിരുന്നു, ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ എന്നിവ. ഇനി മധ്യ ഹിമാലയം. നേരത്തെ മാപ്പ് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയമാണ് നമ്മൾ പറഞ്ഞത്. ഹിമാലയ പ്രദേശത്തെ മൂന്നായി തിരിക്കുന്നു: പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, ഇനി കിഴക്കൻ ഹിമാലയം. അങ്ങനെയാണ്. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മധ്യ ഹിമാലയത്തെ കുറിച്ചാണ്. അപ്പം മധ്യ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിൻ്റെ ഭൂരിഭാഗവും നിലകൊള്ളുന്നത് നേപ്പാളിലായതുകൊണ്ട് നേപ്പാൾ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് എന്നീ പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിമിൻ്റെ പടിഞ്ഞാറ് ഭാഗം, ഡാർജിലിംഗ് എന്നീ പ്രദേശങ്ങളാണ് ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ഹിമാലയ മേഖലയിലാണ്, നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന മേഖലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും കാണപ്പെടുന്നത് ഈ ഒരു മധ്യ ഹിമാലയ പ്രദേശത്താണ്. ഇനി ഇവിടെ തന്നിട്ടുള്ള നദി, ഇവിടെ തന്നിട്ടുള്ള പിക്ചർ തന്നിട്ടുള്ള നദി ടീസ്റ്റ നദിയാണ്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളായിട്ടാണ് പറയുന്നത്. സിക്കിമിലാണ് ടീസ്റ്റ നദി. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടെ തേയില കൃഷി ആരംഭിച്ചു. കൊളോണിയൽ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർ ഈ ഒരു ഭൂമിയുടെ സവിശേഷത തിരിച്ചറിഞ്ഞ് തേയില കൃഷി ആരംഭിക്കുകയാണ് ചെയ്തത്. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. ഡാർജിലിംഗ് തേയില എന്നത് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തിൽ വരുന്നത്. ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ തൊട്ടുമേലെ ഭാഗത്ത് കണ്ടതാണ്. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംചാ ബർവ എന്നത്. ആ ഒരു ടേണിങ്, നദിയുടെ ബ്രഹ്മപുത്ര നദിയുടെ ടേണിങ് വരുന്ന ഈ ഒരു പർവ്വത മേഖലയാണ് നംചാ ബർവ. അസം ഹിമാലയം എന്നും ഈ ഒരു കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്നുണ്ട്. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് നംചാ ബർവ. ഉയരം 7756 മീറ്ററാണ്. ബ്രഹ്മപുത്ര,
കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു എന്നിവയാണ് പ്രധാനപ്പെട്ട ചുരങ്ങൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് ബോംഡില ചുരം. അതുപോലെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന, അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം. രണ്ട് ചുരങ്ങളും ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ചുരങ്ങളും പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് ചുരങ്ങളാണ്. കിഴക്കൻ ഹിമാലയത്തിലെ രണ്ട് ചുരം. ഒന്ന് ബോംഡില ചുരം, അരുണാചൽ പ്രദേശിനെയും ടിബറ്റിലെ ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെയും മ്യാൻമറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഫു ചുരം. ഇത് പ്രധാനപ്പെട്ട കിഴക്കൻ ഹിമാലയത്തിലെ ചുരങ്ങളാണ്. പൂർവാചൽ കുന്നുകളിലേക്ക് വരുമ്പോൾ, ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞു കാണപ്പെടുന്ന കുന്നുകളാണ് ഈ പറഞ്ഞ പൂർവാചൽ കുന്നുകൾ എന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ളൂ ഈ പറഞ്ഞ പൂർവാചൽ കുന്നുകൾക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉയരം തീരെ കുറവായിട്ടുള്ള കുന്നുകളാണ്. പട്കായി ബൂം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടവയാണ് പട്കായി ബൂം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയൊക്കെ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. പൂർവാചൽ കുന്നുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മൗസിൻഡ്രവും കാണപ്പെടുന്നത് ഇതേ മേഖലയിൽ തന്നെയാണ്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഇതിവിടെ തന്നിട്ടുള്ള റൂട്ട് ബ്രിഡ്ജസ്. മേഘാലയയിലെ വേരുകൊണ്ടുള്ള പാലം, റൂട്ട് ബ്രിഡ്ജസ്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾ, ഇത് പാലങ്ങളായി രൂപം കൊള്ളുന്നു. പാലങ്ങളായിട്ട് നിർമ്മിക്കപ്പെടുന്നവയാണ് റൂട്ട് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിച്ചേർന്നാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് മേഘാലയയിലെ ഈ ഒരു റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാവുന്നത് കെയ്ബുൾ ലാംജാവോ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ കെയ്ബുൾ ലാംജാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ലോക്തക്കിലാണ്, മണിപ്പൂരിലെ ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക്കിലെ കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം, കെയ്ബുൾ ലാംജാവോ നാഷണൽ പാർക്ക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡികൾ അല്ലെങ്കിൽ പുംഡി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഇവയൊക്കെ ഫ്ലോട്ടിംഗ് ആണ്. ഇത്തരത്തിൽ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് ചെറിയ 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 ഭൂരൂപങ്ങൾ രൂപപ്പെടുകയും ഇവ ഈ വെള്ളത്തിലായതുകൊണ്ട് തന്നെ ചലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ലോക്തക്കിനെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഒഴുകിപ്പോകുന്ന ഭൂരൂപങ്ങളുടെ പേരെന്താണെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പുംഡികൾ എന്നതാണ്. പുംഡികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം. ഇത്തരത്തിൽ സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും ഒക്കെ അടങ്ങുന്ന ഒരു ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ ഇത്തരത്തിലുള്ള പുംഡികൾ ചേർന്നാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം. തടാകത്തിന് തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഈ കെയ്ബുൾ ലാംജാവോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ, ഇന്ത്യയുടെ വടക്കൻ അതിരായിട്ടുള്ള ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം ക്ലൈമാറ്റിക് ഡിവൈഡ് തീർക്കുന്നു. ഇന്ത്യയുടെ വടക്കൻ അതിരായിട്ടുള്ള ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന്
ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കും ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വതങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നവയുമാണ്. എല്ലായിടത്തും ഒരുപോലെയുള്ള കാലാവസ്ഥയല്ല അനുഭവപ്പെടുന്നത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞതുപോലെ എല്ലായിടങ്ങളിലും ഒരുപോലെയുള്ള കാലാവസ്ഥയല്ല, വ്യത്യസ്തമുള്ളതായിരിക്കും. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയരം കൂടിയ പർവ്വതച്ചരിവുകളിൽ മിതോഷ്ണ കാലാവസ്ഥയും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയുമായിരിക്കും, അതുപോലെ ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലകളിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലകളിലും ധ്രുവങ്ങളിലേതുപോലെ തന്നെ തീവ്രമായിട്ടുള്ള ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹിമാലയ പർവ്വത മേഖലകളിൽ ആ ഒരു പ്രദേശത്ത് ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നത് സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും സിവാലിക് പർവ്വതനിരകളുടെ തെക്കൻ ഭാഗങ്ങളിലുമായിട്ടാണ് മൺസൂൺ മഴ ലഭിക്കുന്നത്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയും സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ഇപ്പോൾ ഇത് ഇന്ത്യ ആണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും അതുപോലെ പൂർവാചൽ കുന്നുകൾക്കും ഇടയിലെത്തുമ്പോൾ ഏറെക്കുറെ മുഴുവനായും നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ, വടക്കു കിഴക്കൻ ഏരിയയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന ഇത്തരത്തിലുള്ള മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിലെത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്താണ് മഴയായി പെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് മേഘാലയ പീഠഭൂമി ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ട് മാറിയിട്ടുള്ളത്. അത് ക്ലിയർ ആണല്ലോ. ഇനി നദീവ്യവസ്ഥയിലേക്ക് വരാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്കു വ്യൂഹം ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതുകൊണ്ട് ഹിമാലയൻ നദീവ്യൂഹം ഒരു വർഷം മുഴുവനും നീരുറക്കുള്ളവയായിട്ടാണ് കാണപ്പെടുന്നത്. അവ വറ്റുന്നില്ല എന്നുള്ളതാണ്. വർഷം മുഴുവനും അവയിൽ നീരൊഴുക്കുണ്ടായിരിക്കും. മഴയിൽ നിന്നും ജലം ലഭിക്കും, അതുപോലെ മഞ്ഞുരുകിയും ജലം ലഭിക്കും എന്നതുകൊണ്ടാണ് ഇത്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുണ്ടാക്കുന്നതാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലും സാധാരണമാണ്. പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഫ്ലഡ് ഉണ്ടാകുന്നു, അതുപോലെ ഗതി മാറി ഒഴുകലും സാധാരണമായിട്ട് സംഭവിക്കാറുള്ളതാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഗിരികന്ധരങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് വിരൂപ താഴ്വരകൾ. പർവ്വത പ്രദേശത്തു നിന്നുള്ള ഈ നദികൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ, വി ഷേപ്ഡ് വാലീസ്, ഗോർജസ്, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഗിരികന്ധരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയാം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴോട്ട് പതിക്കുന്നവയാണ് വെള്ളച്ചാട്ടങ്ങൾ. നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനായിട്ടുള്ള കാരണം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി ഇറോഷന് വിധേയമായിട്ട് മാറുന്നു. അപ്പോൾ അപരദന പ്രക്രിയയുടെ ഫലമായി മാറി വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നദിയുടെ സഞ്ചാരപാതയിലുള്ള ഉറപ്പ് കുറഞ്ഞ ശിലകളാണ് പ്രധാനമായിട്ടും ഇതിന് കാരണം. ഇത്തരത്തിലുള്ള ശിലകളിൽ അപരദനം സംഭവിച്ച് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നു. വീരൂപ താഴ്വര. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടങ്ങളിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. നദീതടങ്ങളിൽ നദി ഒഴുകുമ്പോൾ വശങ്ങളിൽ നിന്ന് അപരദനം സംഭവിച്ച് ഇവ ഇങ്ങനെ വിടർന്ന് വീതി കൂടി വരികയും നദിയുടെ അടിത്തട്ടിലെ അപരദനം മൂലം അതിൻ്റെ ആഴം കൂടിയും വരികയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്താൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതായതുകൊണ്ടാണ് വി രൂപ താഴ്വര എന്ന പേര് വന്നത്. നദി ഒഴുകുമ്പോൾ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും അതുപോലെ നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ഇതിൻ്റെ ആഴം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് വി രൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നത്. ഹിമാലയൻ നദികളുടെ മാപ്പാണ് തന്നിട്ടുള്ളത്. ഹിമാലയൻ നദികൾ സൂചിക തന്നിട്ടുണ്ട്. ഹിമാലയൻ നദികളാണ് നീല നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. ഉപദ്വീപീയ നദികൾ താഴെ വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ തിന്നർ ലൈൻസ് ആണ്. റെഡ് ലൈൻസിൽ പോയിട്ടുള്ളതാണ് ട്രാൻസ് ഹിമാലയം, അതുപോലെ കിഴക്കൻ ഹിമാലയം. പിങ്ക് ലൈൻസിൽ കൊടുത്തിട്ടുള്ളത് കിഴക്കൻ ഹിമാലയം. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗർ ചുരം ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഇവിടെ മാപ്പിലേക്ക് നോക്കിക്കേ. മാനസ സരോവർ തടാകത്തിനടുത്ത് നിന്ന് ബോഗർ ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിച്ച് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമൊക്കെ ചേർന്നാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട നദീവ്യൂഹമായിട്ട് മാറിയിട്ടുള്ളത്. ഇനി ഗംഗയിലേക്ക് വരുമ്പോൾ ഗംഗോത്രി ഇവിടെ നമ്മൾ ബോഗർചു ഹിമാനിയാണ് പറഞ്ഞത്. ബോഗർ ചുരം എന്നാണോ ഞാൻ പറഞ്ഞത്? ശ്രദ്ധിക്കണം കേട്ടോ. ബോഗർചു ഹിമാനിയാണ്. മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബോഗർചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉദ്ഭവിക്കുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഗ്ര, ഖണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉദ്ഭവിക്കുന്നത്. അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഗ്ര, അതുപോലെ കോസിദ ഇവിടെയാണ്. കോസി എന്നീ നദികളാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട നദികൾ. അടുത്തത് മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനി. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നും ഉദ്ഭവിച്ച ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ നദീവ്യൂഹം എന്ന് പറയുന്നത്. ഇവിടെ മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിച്ച് ബ്രഹ്മപുത്രയും ബ്രഹ്മപുത്ര ഇങ്ങനെയാണ് വരുന്നത്. ബ്രഹ്മപുത്രയും അവയുടെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയാണ് ഈ ഒരു കിഴക്കൻ ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട നദീവ്യൂഹം എന്ന് പറയുന്നത്. ഇനി മണ്ണിലേക്ക് കടക്കാം. മണ്ണ് നോക്കുകയാണെങ്കിൽ ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലുപ്പത്തിലും വ്യത്യാസമുണ്ടാകും. മണ്ണ് എല്ലായിടത്തും ഒരുപോലെ അല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതൊക്കെയാണ്? പർവ്വത മണ്ണ് കാണപ്പെടുന്നുണ്ട്, അതുപോലെ വനമണ്ണും കാണപ്പെടുന്നുണ്ട്. ഹിമാലയം അല്ലേ മഞ്ഞായിരിക്കും, വനമണ്ണൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഗസ്സൊന്നും എടുക്കരുത്.
പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത് ഹിമാലയ പർവ്വത മേഖലയിൽ. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരിവലുപ്പത്തിലും വ്യത്യാസമുണ്ടാവുകയും ചെയ്യും. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായിട്ടുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. താഴ്വാരത്തിന്റെ ഭാഗങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായിട്ടുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. എന്നാൽ ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയതും ജൈവാംശം കുറഞ്ഞതുമായിട്ടുള്ള മണ്ണാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താഴ്വര പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് നേർത്ത തരികളോട് കൂടിയ മണ്ണാണ്, ജൈവാംശം അവയിൽ കൂടുതലാണ്. ഉയർന്ന ചരിവുകളിലാണെങ്കിൽ വലിയ തരികൾ കാണപ്പെടുന്നു, കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണുമാണ് കാണപ്പെടുന്നത്. വലിയ തരികളോട് കൂടിയ മണ്ണും ജൈവാംശം കുറഞ്ഞ മണ്ണുമാണ് കാണപ്പെടുന്നത്. താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് താഴ്വരകളിലെ. അവിടെ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്നത്. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കരേവാസ് ചോദിച്ചിട്ടുണ്ട്. കരേവ മണ്ണ് എന്ന് പറയുന്നത് ഹിമാനി നിക്ഷേപണ ഭൂരൂപമായിട്ടുള്ള മൊറൈനുകൾക്കൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് കരേവ മണ്ണ് എന്ന് പറയുന്നത്. കരേവ മണ്ണ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് ഇത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക്, സാഫ്രോൺ അല്ലെങ്കിൽ കേസർ എന്നറിയപ്പെടുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. കുങ്കുമപ്പൂ കൃഷിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കരേവാസ് എന്താണെന്ന് പഠിച്ചു വയ്ക്കാം. താഴ്വരകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് അല്ലെങ്കിൽ കരേവ മണ്ണ് എന്ന് പറയുന്നത്. നേർത്ത മണലും ജൈവാംശം നിറഞ്ഞ മണ്ണുമാണ് അത്. കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. സസ്യജാലങ്ങൾ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യങ്ങളിലെ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ ഹിമാലയത്തിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇവിടെ മഴ ലഭിക്കുന്നത് കൂടുതലാണ്. 200 മീറ്ററിന് മുകളിലായിട്ടാണ് ശരാശരി മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതുകൊണ്ട് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ദൃശ്യമാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നൈസർഗിക സസ്യജാലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായിട്ടുള്ള തുൻഡ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എവിടെ? ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് പോകും തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നതുകൊണ്ട് നൈസർഗിക സസ്യജാലങ്ങളുടെ ആ ഒരു രീതി കുറഞ്ഞു വന്ന് ശൈത്യമേഖലയിലെ കാണപ്പെടുന്ന സസ്യജാലങ്ങളായിട്ടുള്ള തുൻഡ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ചയാണ് നമുക്കിങ്ങനെ ഉയരം കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഉയരത്തിനനുസരിച്ച് അതുപോലെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചൊക്കെ മാറ്റം വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതനുസരിച്ചാണ് താഴ്വരകളിലും അതുപോലെയുള്ള ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നത്. അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നത്. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ അർദ്ധമിതോഷ്ണ വനങ്ങളും കാണാം. 1000 മുതൽ 2000 വരെ മീറ്റർ ഉയരത്തിലാണ് അർദ്ധമിതോഷ്ണ വനങ്ങൾ ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാ വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇതാണ് സ്തൂപികാ വനം. പൈനിൻ്റെ ഒക്കെ ഷേപ്പ് അറിയാലോ. പൈൻ, ദേവദാരു തുടങ്ങിയ
സ്തൂപിക വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായിട്ടുള്ള ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും നമുക്ക് കാണാനായി സാധിക്കും. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വന്യജീവിയിലേക്ക് വരുമ്പോൾ വന്യജീവി സമ്പത്ത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. വന്യജീവികളെ കൊണ്ടും സമ്പന്നമാണ് ഈ ഒരു ഹിമാലയ പ്രദേശം എന്ന് പറയുന്നത്, ഹിമാലയ പർവ്വത പ്രദേശം. ഏതൊക്കെ മൃഗങ്ങളാണ് കാണപ്പെടുന്നത്? യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണ് ഈ ഒരു പ്രദേശം. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള നൈസർഗിക സസ്യജാലങ്ങൾക്കും അതുപോലെ മൃഗങ്ങൾക്കും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം അതിനായിട്ട് ജൈവമണ്ഡല റിസർവുകൾ, ബയോസ്ഫിയർ റിസർവ്, ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു, സംരക്ഷിക്കുന്നതിനായിട്ട് ഇവയൊക്കെ വേണം. പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ഈ പറഞ്ഞ പ്രദേശത്തുള്ളതാണ് നോക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് ഡച്ചിങ്ഹാം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ഡച്ചിങ്ഹാം. ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിലാണ് കാണപ്പെടുന്നത്. പൂക്കളുടെ താഴ്വര വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നത് ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജാജി നാഷണൽ പാർക്കും ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഡച്ചിങ്ഹാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് എന്നിങ്ങനെയാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ കാഞ്ചൻജംഗ സിക്കിമിലാണ് കാഞ്ചൻജംഗ. ദിബ്രു സൈക്കോവ അസം. കാസിരംഗ അസം. മാനസ് അസം. കാസിരംഗയിലാണ് വൺ ഹോൺഡ് റെയ്നോസ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ കാണാനായി സാധിക്കുന്നത്. മാനസ് അസം. കേബിൾ ലാംജാവോ മണിപ്പൂർ എന്നിവയാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ. കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈക്കോവ അസം, കാസിരംഗ അസം, മാനസ് അസം, കേബിൾ ലാംജാവോ മണിപ്പൂർ എന്നിങ്ങനെ. ഇനി കൃഷിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് രണ്ട് പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ്. ഇത് നിർബന്ധമായും പഠിക്കേണ്ടതാണ് കേട്ടോ. ഇത് എന്തായാലും പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നവ നിർബന്ധമായും പഠിക്കണം. ബാക്കിയുള്ളവ ആഡ് ഓൺ ആയിട്ടാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി കൃഷി. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. പർവ്വത മേഖലയാണല്ലോ, അപ്പോൾ കൃഷി ചെയ്യാനായിട്ടുള്ള സമതലങ്ങളൊന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ താരതമ്യേന കൃഷി കുറവാണ്. ഉയരം, അതുപോലെ ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ് ഇമ്മച്വർ സോയിൽ, കുറഞ്ഞ താപനില തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നതിനായിട്ടുള്ള പ്രതികൂല ഘടകങ്ങളാണ്. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നുണ്ട്. പർവ്വത ചെരുവുകൾ തട്ടുതട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നു. ഇവിടെ കണ്ടോ, ഹിമാലയത്തിലെ കൃഷിയിടം തട്ടുതട്ടുകളായിട്ട് ഭൂമിയെ മാറ്റിയിട്ട് അങ്ങനെയാണ് അവർ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പർവ്വത ചരിവുകളിൽ തട്ടുകളായി തിരിച്ച് ഓരോ പർവ്വതത്തിനും അനുയോജ്യമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തുമാണ് കൃഷി ചെയ്യുന്നത്. എന്തൊക്കെയാണ്? നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവയൊക്കെ മഴക്കാലത്ത് കൃഷി ചെയ്യുന്നു. ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ വസന്തകാലത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചരിവുകളിലും
താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ്, മേഘാലയയിൽ തേയില കൃഷിയാണ് കൂടുതലായി ഉള്ളത്. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചരിവുകളിലും താഴ്വാരങ്ങളിലും ആണ് പ്രധാനമായിട്ടും തേയില കൃഷി കാണുന്നത്. ഉദാഹരണത്തിന് അസം, ഡാർജിലിംഗ് എന്നീ മേഖലയിലൊക്കെ തേയില കൃഷി വ്യാപകമായി കാണാനായി സാധിക്കും. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലെയുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ്. ഈ ഒരു മേഖലയിൽ, പർവ്വത മേഖലയിൽ കൃഷി അനുയോജ്യമല്ലെങ്കിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി എന്ന ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലെയുള്ള ടെക്നിക്സ്, പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടർന്നു വരികയാണ് ചെയ്യുന്നത്. മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം എന്ന് പറയുന്നത്. ഹിമാലയ പ്രദേശത്തെ പ്രധാനമായും ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമത്തിനനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരാറുണ്ട്. അവിടെ കൃഷി മാത്രമല്ല, അല്ലെങ്കിൽ സസ്യജാലങ്ങൾക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും മാറ്റം വരുന്നുണ്ട്. പ്രദേശത്തിന്റെ ഉയരത്തിനനുസരിച്ച് കാലാവസ്ഥ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലാവസ്ഥ മാറ്റം വരുത്തുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നുണ്ട്. താഴ്വരകളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവരും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് എന്നീ ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലെയുള്ള മൃഗങ്ങളെയുമാണ് വളർത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഓരോ പ്രദേശത്തെയും മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താഴ്വാരങ്ങളിൽ ആട്, പശു എന്നീ മൃഗങ്ങളെ കാണാനായി സാധിക്കും. കുറച്ചുകൂടി ഉയരം കൂടിയ പർവ്വത ഭാഗത്ത് ചെമ്മരിയാട്, കുതിര പോലെയുള്ള മൃഗങ്ങളെ കാണാൻ സാധിക്കും. ശൈത്യമേഖലയിൽ, തണുപ്പ് കൂടുതലുള്ള മേഖലയിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലെയുള്ള മൃഗങ്ങളെയാണ് വളർത്തുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്നത്. ഗുജ്ജർ മൃഗപരിപാലനം നടത്തുന്ന ചെമ്മരിയാടുകളാണ്. അപ്പോൾ ഇത് ഏത് മേഖലയായിരിക്കും? താഴ്വരയാണോ? അല്ല. എന്നാൽ ശൈത്യമുള്ള ഭാഗമാണോ? അല്ല അല്ലേ. മൃഗങ്ങളെ വളർത്തുന്നതിനും കാലാവസ്ഥയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ചെമ്മരിയാടിനെയും കുതിരയെയും ഒക്കെ വളർത്തുന്നത് ഒരല്പം ഉയരം കൂടിയിട്ടുള്ള പർവ്വത ഭാഗങ്ങളിലാണ്, താഴ്വരയിലല്ല. അപ്പോൾ ഇത്തരത്തിൽ മൃഗപരിപാലനം നടത്തുന്ന ജനവിഭാഗത്തെ ഗുജ്ജർ എന്നാണ് വിളിച്ചിരുന്നത്. ഗുജ്ജർ എന്ന ടേം ഓർത്തിരിക്കുക കേട്ടോ. ഗുജ്ജർ എന്നാണ് വിളിച്ചിരുന്നത്. ഗുജ്ജർ. ടൂറിസം. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം വൈവിധ്യമാർന്നതും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഭൂപ്രകൃതി ആയതുകൊണ്ടും അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഒരു വരുമാനദായകമായിട്ടുള്ളൊരു മേഖലയായിട്ട് പർവ്വത മേഖല മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസ വികസനത്തിന് തുടക്കം കുറിച്ചത്. തീർത്ഥാടനമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതായത് കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗത്തായി ഉണ്ട്. ഇവയെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും യാത്രികർ അവിടേക്ക് എത്തുന്നത്. അത്തരത്തിലാണ് അവിടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളിലൂടെയാണ് ടൂറിസ വികസനത്തിന് ഒരു മേഖല ആരംഭിക്കുന്നത്. നൂറ്റാണ്ടുകൾ മുൻപ് തന്നെ ഇവിടങ്ങളിൽ സഞ്ചാരികൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസ വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ടൂറിസം വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുന്നത്. ഒന്നാം ഘട്ടം നമ്മളിവിടെ പറഞ്ഞതുപോലെയാണ്, തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും യാത്രകൾ ആരംഭിക്കുന്നത്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാർ ആ ഒരു ഏരിയയിൽ ഒരു സുഖവാസ കേന്ദ്രമാണ്, അപ്പം ആ ഒരു ഏരിയയിൽ അവർ കണ്ടെത്തുകയും ആ കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് അവിടെ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചാണ് ടൂറിസം വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്.
ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിത്താൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൽ എന്നിവയൊക്കെ റിസോർട്ട് പട്ടണങ്ങൾ എന്ന പേരിൽ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അവയൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതുമാണ്. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത്. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗെ, ടെൻസിംഗ് എന്ന പേര് കേട്ടിട്ടുണ്ടാവും, ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി. ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിപ്പിച്ചത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദ മേഖലയിലും ഏറെ വികസനം പ്രാപിച്ചിട്ടുണ്ട്. പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദ സഞ്ചാര മേഖലയും ഏറെ വികസിച്ചതായി നമുക്കിപ്പോൾ കാണാനായി സാധിക്കും. അപ്പോൾ ഇവിടെ ആദ്യമായി എവറസ്റ്റ് പർവ്വതം കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ വാക്കുകളാണ്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ്. ഈ വരികൾ ആരുടേതാണെന്ന് ചോദിക്കാം. ടെൻസിംഗ് നോർഗയുടേതാണ്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ വരികളാണ്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങൾ ആണ്. അപ്പോൾ ഹിമാലയ പർവ്വതം ഒരു പ്രതിബന്ധമല്ല, പകരം പുറം ലോകത്തേക്കുള്ള ഒരു തുറന്നിട്ട കവാടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. പുതിയ അറിവിൻ്റെയും അതിജീവനത്തിൻ്റെയും അതിരൂപണത്തിൻ്റെയും പാതയിലേക്ക് വാതിലുകൾ തുറക്കുകയാണ് ഹിമാലയം. അപ്പോൾ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒരുവിധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവയെ ഓരോന്നും തന്നെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്നായി പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.